JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 2026 നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മിഥുനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചും മിഥുനം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചുമുള്ള വീഡിയോ ആണ്. മകയിരത്തിന്റെ രണ്ടാമത്തെ പകുതി 3-4 പാദം, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, അതായത് 1, 2, 3 പാദത്തിൽ ജനിച്ചവരും മിഥുനം ലഗ്നത്തിൽ ജനിച്ചവരുമായ നക്ഷത്രക്കാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ൽ കർമ്മസ്ഥാനത്ത് മാറ്റമില്ലാതെയാണ് ശനി 2026 സഞ്ചരിക്കുന്നത്. വ്യാഴമാണെങ്കിൽ മിഥുനം, കർക്കിടകം, ചിങ്ങം ഈ 3 രാശിയിൽ സഞ്ചരിക്കും. അതുപോലെ കേതു, രാഹുവും അതിനും രാശിമാറ്റമുണ്ട്. ഈ വർഷം അവസാനമാണെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ബുധനും ശുക്രനും ചൊവ്വായും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസം, 30 ദിവസം, 40 ദിവസം അങ്ങനെയൊക്കെയുള്ള സഞ്ചാരം മാത്രമേ ഉള്ളൂ ഓരോ രാശി. അപ്പൊ ഇവിടെ പൊതുവെ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. മീനത്തിലെ ശനി ശുഭരാശിയിലാണെങ്കിലും ശനി ജാതകത്തിൽ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കണ്ടക ശനിയുടെ ദോഷം ബാധകമായിട്ട് വരാം. അഷ്ടമാധിപനും ഭാഗ്യാധിപനുമാണ് ശനി. മകരം, കുംഭൻ രാശിയിലുള്ളവർക്ക് ശനി അത്ര ദോഷവാനല്ല. അതായത് ജാതകത്തിൽ മകരം, കുംഭൻ രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ തുലാൻ രാശി വരിക, അങ്ങനെ വരുന്നത് കേന്ദ്രഭാവത്തിലായാലും യോഗകാരകനാണ്. 1, 4, 7, 10 ഭാവങ്ങളിൽ വരിക, അതല്ലെങ്കിൽ 3, 6, 11 ഭാവത്തിലൊക്കെ വരിക. ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം 3, 6, 11 വരുമ്പോൾ വ്യാഴത്തിന്റെ രാശിയായ ധനു മീനത്തിൽ വന്നാലും നല്ല ഫലം തന്നെയാണ്. പൊതുവെ ഏത് രാശി വന്നാലും നല്ല ഫലമാണെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അഷ്ടമാധിപനായ ശനി, കാരണം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിന്റെയും 9ാം ഭാവത്തിന്റെയും ആധിപത്യം ശനിക്ക് വരും. അപ്പൊ അഷ്ടമാധിപനായ ശനി ചിലർക്ക് അഷ്ടമത്തിൽ നിൽക്കാം, ചിലർക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് നിൽക്കാം, അങ്ങനെയും വരാമല്ലോ. അപ്പൊ അഷ്ടമാധിപനായ ശനി അഷ്ടമത്തിൽ നിന്നാൽ അത്ര വലിയ ദോഷമൊന്നും അതിന് പറയാനുമില്ല. കാരണം ദീർഘായുസിന് പറയണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അഷ്ടമം പൊതുവെ ആയുർസ്ഥാനമായി കരുതുന്നുണ്ടെങ്കിലും അഷ്ടമത്തിൽ പാപം നിന്നാൽ അത് ആയുർദോഷം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അഷ്ടമത്തിൽ ശനി വരിക, അത് സ്വക്ഷേത്രവാനായിട്ട് വരിക, അങ്ങനെയൊക്കെ വരുന്ന ശനിക്ക് ദോഷമൊന്നും പറയാനില്ല, ദീർഘായുസിനെ പറയണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ കുംഭത്തിലെ ശനി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിക്കൂറുകാർക്കും മിഥുനക്കാർക്കും 9ാം ഭാവത്തിലാണ്. അപ്പൊ 9ാം ഭാവാധിപൻ 9ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നതും അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നതും ശനി വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഭാഗ്യം ഉണ്ടാകുക അല്ലെങ്കിൽ ശുഭഫലം തരിക എന്നൊക്കെയാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. മീനത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശനി, അതായത് കർമ്മസ്ഥാനം 10ാം ഭാവത്തിലാണല്ലോ മീനൻ രാശി, ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യത്തെ ഉണ്ടാക്കും. അതാണ് ഈ മീനൻ രാശി, വ്യാഴത്തിന്റെ രാശി ശനി വരുമ്പോഴുള്ള ഒരു പ്രത്യേകത. ശനിക്ക് ഏതെങ്കിലും തരത്തിൽ പാപയോഗ ദൃഷ്ടികൾ ഉള്ളവരും ശനി ഇഷ്ടഭാവത്തിൽ അല്ലാതെ നിൽക്കുന്നവരും 3, 6, 11 ഭാവം ഒഴിച്ച് മകരം, കുംഭം, തുലാൻ രാശി കേന്ദ്ര രാശിയായിട്ട് 1, 4, 7, 10 ഒന്നും അല്ലാതെ നിൽക്കുന്നവര്, അതായത് പൊതുവെ പറയുമ്പോൾ ശനി അനുകൂലമല്ലാതെ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 10ാം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് വരുന്ന ശനിക്ക് ദോഷപരിഹാരമൊക്കെ ചെയ്യണം. ശനിയുടെ ദോഷപരിഹാരം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ശനിയാഴ്ച ദിവസം കറുപ്പ്, നീല അല്ലെങ്കിൽ ചാരനിറം, ആഷ് കളർ, അങ്ങനെയൊക്കെയുള്ള ബ്രൗണ്, ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ ശാസ്താവിന് നീരാജനം വഴിപാട് നടത്തുക. ഇല്ലെങ്കിൽ വീട്ടിലായാലും മതി, നാളികേരം മുറിച്ച് വെച്ച എള്ളെണ്ണ ഒഴിച്ച് എള്ള് കിഴി കെട്ടി കത്തിച്ച് ശാസ്താവിൻ്റെയോ നാമം ജപിക്കുക, അല്ലെങ്കിൽ ശനിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക. അത് ആ എണ്ണ കത്തി തീരുന്നത് വരെ അവിടെ നിന്ന് നാമം ജപിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ദോഷപരിഹാരമാണ്. അതുപോലെ ശാസ്താവിനെ പൂജിക്കുക. എള്ളും ചോറും അല്പം പാലൂടെ ഒഴിച്ച് കാക്കയ്ക്ക് കൊടുക്കുക. ഇതെല്ലാം ശനിദോഷ പരിഹാരം. അതുപോലെ ശാസ്താവിന്റെ ക്ഷേത്രങ്ങളിൽ പോയി എള്ളുപായസം നടത്താം, നീരാജനം നടത്താം, അർച്ചന നടത്താം, കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാം, ഇതൊക്കെ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള വിളക്ക്, ഈ കാക്കവിളക്ക് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമ്മൾ
ദേവന്റെ നടയുടെ മുമ്പിൽ വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതെല്ലാം ശനിയുടെ ദോഷത്തിന് പരിഹാരമായി ശനിയുടെ ദോഷത്തെ കുറയ്ക്കും എന്ന് പറയുമ്പോഴും ജാതകത്തിൽ ശനി വ്യാഴത്തിന്റെ യോഗദൃഷ്ടി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ദോഷമൊക്കെ കുറയും. കാരണം ശനിയാണെങ്കിലും വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം വരിക എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. 2026 സംബന്ധിച്ച് പറയുമ്പോൾ ജൂൺ 1 മുതൽ വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പോകും. അപ്പൊ മെയ് അവസാനം വരെ മിഥുന രാശിയിലായിരിക്കും വ്യാഴം സഞ്ചരിക്കുക. ജൂൺ 1 തീയതി മുതൽ കർക്കിടകൻ രാശിയിലേക്ക് മാറും. കർക്കിടകൻ രാശിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അത് മിഥുന രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ വരികയും ചെയ്യും. കർക്കിടകത്തിലെ വ്യാഴത്തിന്റെ 9ാം ഭാവ ദൃഷ്ടി, കാരണം വ്യാഴത്തിന് 5ാം ഭാവത്തിലും 7ാം ഭാവത്തിലും 9ാം ഭാവത്തിലും അതിനൊരു സ്വാധീനമുണ്ട്. അതിന് ദൃഷ്ടി എന്നാണ് സാധാരണ പറയുക. അപ്പൊ ഇവിടെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ 9ാം ഭാവ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ മീനമാണ്. ആ മീനത്തിൽ നിൽക്കുന്ന ശനിയുടെ ആ പാപദോഷത്തിന് അല്ലെങ്കിൽ ശനിയുടെ ദോഷത്തിന് കുറവ് വരികയും ശനിക്കൊരു ശുഭത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ വ്യാഴദൃഷ്ടി വളരെയേറെ ഉപകരിക്കുകയും ചെയ്യും. ജൂൺ മുതൽ അങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ ദോഷം കുറഞ്ഞ് അത് കുറെ ശുഭത്വത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് സംഭവിക്കുന്നു. 10ാം ഭാവാധിപനായ വ്യാഴത്തിന്റെ ദൃഷ്ടി 10ാം ഭാവത്തിന് ലഭിക്കുക. കാരണം മിഥുന രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവം മീനൻ രാശിയാണ്. മീനൻ രാശിയുടെ അധിപനാണ് വ്യാഴം. അപ്പൊ 10ാം ഭാവാധിപനാണ് വ്യാഴം. ആ വ്യാഴം ഉച്ചരാശിയിൽ നിന്ന് 10ാം ഭാവമായ മീനത്തിലേക്ക് തന്റെ സ്വക്ഷേത്രത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ദൃഷ്ടിക്കും വളരെയേറെ മെച്ചത്തെയും ഗുണത്തെയും ഒക്കെ പറയണം. ആ ദൃഷ്ടി ശനിക്ക് ലഭിക്കുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങളെയാണ് ഈ വ്യാഴദൃഷ്ടി കൊണ്ട് കുറയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത്. അങ്ങനെ വരുമ്പോൾ 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർമ്മസ്ഥാനമാണ്, തൊഴിലിനെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. അവിടെ നിൽക്കുന്നത് ശനിയാണ്. ആ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ ജൂണിന് മുമ്പ് അവിടെ ശുഭദൃഷ്ടിയൊന്നും കാര്യമായിട്ടൊന്നും വരുന്നില്ല. കാരണം വ്യാഴം മിഥുനത്തിൽ നിൽക്കുമ്പോൾ മീനത്തിലേക്ക് നോക്കത്തില്ല, കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ മീനത്തിലേക്ക് നോക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ജൂൺ മാസം വരെ അല്ലെങ്കിൽ മെയ് മാസം അവസാനം വരെ തൊഴിൽപരമായ കാര്യത്തിൽ അത്ര വലിയ ഉയർച്ചയോ ഉന്നമനമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ ജാതകത്തിൽ വ്യാഴം വളരെ ശക്തനായി അനുകൂലമായി ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ മുമ്പേ പറഞ്ഞ പോലെ യോഗകാരകനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ശനി വലിയ ദോഷമൊന്നും ചെയ്യില്ല. എന്നാൽ മിഥുനത്തിൽ നിൽക്കുമ്പോൾ വ്യാഴം 10ന് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ ഒരു മാന്ദ്യം, അതുപോലെ സാമ്പത്തികമായ അല്ലെങ്കിൽ വരുമാനത്തിലൊരു കുറവ്, കാര്യമായ പുരോഗതി ഇല്ലാതെ പോവുക, കഷ്ടപ്പാടും ദുരിതമൊക്കെ വരിക, ഇതെല്ലാം ഈ മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ 10ലെ ശനിക്ക് നമുക്ക് പറയാം. കാരണം കണ്ടക ശനി കൂടിയാണ്. ഈ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ കായികാധ്വാനമുള്ള ജോലി, അത്ര നിസ്സാരപ്പെട്ട സുഖകരമായ ജോലിയൊന്നുമല്ല. ഇച്ചിരി വിഷമതയൊക്കെ ഉള്ള ജോലി, ഇച്ചിരി ടെൻഷനും പ്രയാസവും ഒക്കെ ഉള്ള ജോലി എന്നൊക്കെയാണ്. അപ്പൊ 10ാം ഭാവമാണ്, അത് കർമ്മസ്ഥാനമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതങ്ങോട്ട് വലിയ ഉയർച്ചയിലേക്ക് വരാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കർക്കിടകത്തിലേക്ക് വ്യാഴം ജൂൺ മാസം 1-ാം തീയതി മാറുന്നത്. അപ്പൊ ജൂൺ 1-ന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ കർക്കിടകത്തിന്റെ 9ാം ഭാവദൃഷ്ടി മീനത്തിൽ ലഭിക്കുമ്പോൾ അവിടെ കർമ്മ പുരോഗതി ഉണ്ടാവുകയാണ്. എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വിഷമതയോ പ്രയാസമോ തൊഴിൽപരമായി അനുഭവിച്ചവർക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിന് വരുമാനം അല്ലെങ്കിൽ ആദായം ലഭിക്കാതെ പോവുക, കഷ്ടപ്പാടും പ്രയാസവും വരിക, എങ്ങനെയെങ്കിലുമൊക്കെ തന്റെ മുട്ടിയൊക്കെ പോകുന്ന ഒരു സ്ഥിതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മീനത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് ജൂൺ 1 മുതൽ. അപ്പോൾ 10ലെ ആ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് കർമ്മപുഷ്ടിയെ ഉണ്ടാക്കും എന്നാണ്. അപ്പൊ ദീർഘകാലമായി ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘകാലത്തെയൊക്കെ സൂചിപ്പിക്കുന്ന. അപ്പൊ കുറെ നാളായിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാതിരുന്ന പല കാര്യങ്ങളിലും ഒരു മാറ്റം വരികയും
അത് ജീവിത പുരോഗതിക്കും തൊഴിൽപരമായ ഉയർച്ചയ്ക്കും സാമ്പത്തികമായ നേട്ടത്തിനും ഒക്കെ തന്നെ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ 9ാം ഭാവാധിപനാണ് ശനി. 9ാം ഭാവാധിപനായി ശനി വരിക എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് റോക്കറ്റ് പോലെ അങ്ങ് ഭാഗ്യം ഉണ്ടാകത്തൊന്നുമില്ല. ശനി മന്ദഗതിക്കാരൻ. അത് വളരെ സാവധാനത്തിൽ ദീർഘകാലത്തേക്കെന്ന രീതിയിൽ പതുക്കെ 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 ഉയർച്ച കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ്. അവിടെ ആ ശനിക്ക് വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം 10ാം ഭാവത്തിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യകാലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് 2ൽ ഉച്ചസ്ഥാനത്ത് വരുമ്പോൾ ജൂൺ മുതൽ സാമ്പത്തികമായ ഉയർച്ച വരാം. 2ാം ഭാവമാണ്. കുടുംബപരമായി വിദ്യാഭ്യാസപരമായ ഉള്ള മെച്ചം വരാം. ഉപരിപഠനം, തൊഴില്, വിവാഹം, സാമൂഹ്യ സേവനം, ഉദ്ദിഷ്ട കാര്യത്തിനായുള്ള യാത്രകൾ ഫലപ്രദമായി വരുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ 2ലെ വ്യാഴത്തെ കൊണ്ട് പറയാൻ പറ്റും. കാരണം ഉച്ചരാശിയാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുക, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് വരിക, അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർ 10ാം ഭാവത്തിലേക്കാണ് വ്യാഴം നോക്കുന്നത്. അപ്പൊ തൊഴിൽപരമായി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും ഒക്കെ തന്നെ അഷ്ടമാധിപൻ കൂടിയാണ്. വിദേശത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ അന്യദേശത്ത് വേണമെങ്കിലും അതിനുള്ള സാധ്യതയെ നമുക്ക് പറയാം. അപ്പൊ ഏത് തരത്തിലായാലും വിദ്യാഭ്യാസത്തിൽ പുരോഗതി വരും. അതുപോലെ തന്നെ ഉപരിപഠനത്തിനും തൊഴിലിനും അനുകൂലമായ സമയം. ജോലിക്ക് ശ്രമിക്കുന്നതും ഏത് തരത്തിലായാലും. ഇനി ജോലി സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് ആ സാധ്യത അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിന് ശ്രമിക്കുന്നവർക്ക്. 9ാം ഭാവാധിപത്യമോ 5ാം ഭാവാധിപത്യമോ ലഗ്നാധിപത്യമോ വഹിച്ച് വ്യാഴം 10ൽ വരുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെ പറയും. ഞാനിത് പറയാൻ കാര്യം, വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം പറയും സാധാരണഗതി. വ്യാഴത്തിന് മാത്രമല്ല, ശുക്രനും പറയാറുണ്ട്, ബുധനും പറയാറുണ്ട്. വ്യാഴത്തിന്റെ പകുതി ദോഷമേ ശുക്രന് വരുന്നുള്ളൂ, ശുക്രന്റെ പകുതി ദോഷമേ ബുധന് വരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ദോഷം, കേന്ദ്രാധിപത്യ ദോഷം വരുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്യാഴം. എന്നാൽ ഇവിടെ കർക്കിടകത്തിൽ ഉച്ചരാശിയിൽ വരുമ്പോൾ ഈ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരത്തില്ല. കാരണം മിഥുനൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, ധനു രാശിക്കാർക്ക്, മീനൻ രാശിക്കാർക്ക് ഇവർക്കാണല്ലോ ഈ കേന്ദ്രാധിപത്യ ദോഷം വരിക. കാരണം മിഥുനൻ രാശിക്കാർക്ക് 7ന്റെയും 10ന്റെയും വരും, കന്നി രാശിക്കാർക്ക് 4ന്റെയും 7ന്റെയും വരും, ധനു രാശിക്കാർക്ക് 4ാം ഭാവത്തിന്റെ വരും, മീനൻ രാശിക്കാർക്ക് 10ാമത്തെ. അതാണല്ലോ കേന്ദ്രാധിപത്യം വരിക. ഇങ്ങനെ കേന്ദ്രാധിപത്യം വരണമെങ്കിൽ അല്ലെങ്കിൽ അത് ദോഷമായി വരണമെങ്കിൽ ആ വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ലഗ്നാധിപനായിട്ട് വ്യാഴം കേന്ദ്രത്തിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബലവാനായ ചന്ദ്രന്റെ രാശിയുടെ കേന്ദ്രഭാവത്തിലാണ് വരുന്നതെങ്കിൽ, സാധാരണ നമ്മൾ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനകത്തിൽ ഗജകേസരി യോഗമൊക്കെ പ്രത്യേകമായിട്ട് വരുന്നതാണ്. ലഗ്നത്തിന്റെ കേന്ദ്രത്തിലോ ചന്ദ്രന്റെ കേന്ദ്രത്തിലോ വ്യാഴത്തിന്റെ സ്ഥിതി. ഇനി ത്രികോണാധിപൻ 5ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ ലഗ്നത്തിലോ നിൽക്കുന്ന വ്യാഴം വളരെയേറെ ശുഭനാണ്. അപ്പൊ കേന്ദ്രത്തിലായാലും ത്രികോണത്തിലായാലും എല്ലായ്പ്പോഴും ഒന്നും ദോഷം. ത്രികോണത്തിലെ വ്യാഴമാണ് ഏറ്റവും കൂടുതൽ മെച്ചത്തെ പറയുന്നത്. ഇപ്പൊ 10ാം ഭാവാധിപനായ വ്യാഴം 9ൽ നിന്നാലോ ദോഷം എന്തെങ്കിലും പറയാൻ പറ്റുമോ? 9ാം ഭാവാധിപനായ വ്യാഴം 10ൽ നിന്നാലും ദോഷം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതെല്ലാം തന്നെ ശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിൽ വരുന്ന വ്യാഴം, അതിന് കേന്ദ്രാധിപത്യ ദോഷമൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞു. ഇനി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനാണ് വ്യാഴം. അപ്പൊ 7ാം ഭാവാധിപനായ വ്യാഴം 2ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്നതുപോലെ വിവാഹാദി കാര്യങ്ങളുമായി ചിന്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു യാത്ര പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യം, അതും നല്ലതാണ്. മറ്റൊന്ന് 7ാം ഭാവം പൊതുജനത്തെ, പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയവും അതുപോലെ തന്നെ സേവനവും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കും ഏറ്റവും നല്ല ഒരു സമയമാണ് ജൂൺ 1 മുതൽ. കാരണം
ഏഴാം ഭാവാധിപൻ ഉച്ചത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നവർക്കും ഒരുപക്ഷെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യം, നല്ല ബന്ധത്തിലുള്ള വിവാഹം നടക്കാനും ആലോചിക്കാനും ഉറപ്പിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം വരും. കാരണം ഉച്ചത്തിലാണ്. അപ്പൊ തന്നേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിവാഹാലോചനകൾ വന്നു ചേരാം എന്നാണ് എൻ്റെ ഒരു സൂചന പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ വ്യാഴം, ഏഴാം ഭാവാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ പുണ്യതീർത്ഥങ്ങളിൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും കുടുംബക്കാരെല്ലാം കൂടെ ഒന്നിച്ച് പല നല്ല കാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും മംഗളയാത്രകളും അതുപോലെ തന്നെ തീർത്ഥയാത്രകളും ഒക്കെ നടത്താനുള്ള അവസരങ്ങളും കുടുംബക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയുള്ള പലവിധ കാര്യങ്ങൾ ഇതിനകത്ത് വരാം. ഇതിനെല്ലാം തന്നെ അനുകൂലമായ സമയമായിട്ടും വരാം. ഈ 7-10 മിഥുനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിന്റെയും 10-ാം ഭാവത്തിന്റെ ആധിപത്യമാണല്ലോ വ്യാഴത്തിനുള്ളത്. ഈ 7-10 ആധിപത്യമുള്ള വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ 6-8-12-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യാഴത്തിന്റെ ദശാവഹാര കാലങ്ങളൊന്നും വലിയ ഗുണമൊന്നും ചെയ്യത്തുമില്ല. ഈ 6-8-12 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ 6-ാം ഭാവം വളരെ മോശമാണ്, വ്യാഴം നിൽക്കുന്നു ശുഭരാശിയിലോ ശുഭദൃഷ്ടിയോടോ കൂടെ ഒക്കെ ആണെങ്കിൽ രോഗത്തിനും ശത്രുവിനും ഒക്കെ ഒരു മാറ്റം വരും. അത് നല്ല കാര്യമാണ്. ഇനി 6-ാം ഭാവം ഭാവയോഗ ദൃഷ്ടിയോ അല്ലെങ്കിൽ ഈ 6-8-12-ാം ഭാവാധിപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ വരികയാണെങ്കിൽ രോഗം, ശത്രു, ഇതൊക്കെ മറ്റുള്ളവർ കൂടെ നിന്നവരൊക്കെ ചിലപ്പോൾ ശത്രുതയിൽ വരാം, രോഗസാധ്യത വരാം, അങ്ങനെയൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ 6-8-12-ാം ഭാവം രോഗം, ബന്ധനം, അന്യദേശവാസം ഇതിനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അഷ്ടമത്തിനാണ് ഭാവദോഷം കൂടുതൽ വരുന്നതെങ്കിൽ ബന്ധനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ വരിക. വീട്ടിലാരെങ്കിലും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നു, നമുക്ക് അവരെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുന്നു, കയ്യോ കാലോ വല്ലതും ഓടിഞ്ഞ് ഇടിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ടൊന്നും ചെയ്യാൻ വയ്യാതെ കിടക്കുന്നു, അല്ലെങ്കിൽ റിമാൻഡിലോ ജയിൽവാസോ, ഇതെല്ലാം അസ്വാതന്ത്ര്യമാണ്, ബന്ധനമാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരിക. 12-ാം ഭാവമാണെങ്കിൽ പലപ്പോഴും അന്യദേശവാസം വരാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞു നോക്കാറ്. ഞാനീ പറഞ്ഞത് 6-12-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒരുപാട് ഗുണമൊന്നും കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതി മോശമായാൽ ഈ 2026-ലും വ്യാഴത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് ഒരുപാട് മെച്ചമൊന്നും ഉണ്ടാകും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026-ൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടത്താൻ പറ്റും. ശനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല പദ്ധതിയാണ്. കുടുംബത്തിന്റെ ഭാവി, മക്കളുടെ ഭാവി, സ്വന്തം കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിനു വേണ്ടി ചില പ്ലാനുകളും പദ്ധതിയൊക്കെ തയ്യാറാക്കാം, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഇതെല്ലാം തന്നെ ദീർഘകാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടും വേണമെങ്കിൽ വരാം. അതായത് ഇപ്പം ഇൻഷുറൻസ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ഉപയോഗിക്കുക, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുക. ഈ വ്യാഴം എന്ന് പറയുന്നത് സാമ്പത്തികം കൂടി സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടെ ശനിയുമായിട്ടൊരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ ഇതെല്ലാം തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, ഇതെല്ലാം വരും. ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിനോട് യോജിച്ച് പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും 2026-ൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി നമുക്കിവിടെ സൂചിപ്പിക്കേണ്ടി വരും. 9-ൽ കുംഭത്തിൽ നിൽക്കുന്ന രാഹു ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. ജാതകത്തിൽ ബലവാനായ ശുഭന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ദോഷം കുറയും. ഇവിടെ മെയ് അവസാനം വരെ മിഥുനത്തിലെ വ്യാഴത്തിന്റെ 9-ാം ഭാവ ദൃഷ്ടി രാഹുവിന് ലഭിക്കും. അതായത് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നത് വരെ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ 9-ാം ഭാവാധിപൻ, ആ 9-ാം ഭാവം മിഥുനത്തിലെ വ്യാഴത്തിന്റെ 9-ാം ഭാവം കുംഭൻ രാശി, അവിടെയാണ് രാഹു ഇരിക്കുന്നത്. അപ്പൊ രാഹുവിന് ഒരു ശുഭത്വമുണ്ട്. പാപരാശിയിൽ നിൽക്കുന്ന രാഹു ആണെങ്കിലും ആ രാഹുവിന് വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി ലഭിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്.
പൊതുവെ പറയുമ്പോൾ 9ാം ഭാവത്തിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ ക്ഷമ കുറയുക, പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരിക, ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗ്യദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഗം ന്യായീകരിക്കാനും നമ്മൾ വലിയവനാണെന്ന് കാണിക്കാനും വലിയ ധർമ്മിഷ്ഠനാണെന്ന് കാണിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനുമൊക്കെ ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. അത് തന്നെ. അതുപോലെ 9ാം ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പിതാവ് മാത്രമല്ല സന്താനങ്ങളെ സംബന്ധിച്ചും ചില വിഷമതകളൊക്കെ ഉണ്ടാകാവുന്ന കാലം കൂടിയാണ്. അപ്പൊ അങ്ങനെയും രാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിൽ രാഹു ശുഭയോഗ ദൃഷ്ടിയോട് കൂടിയൊക്കെയാണ് ശുഭരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പാപദൃഷ്ടിയോടുകൂടി പാപബന്ധത്തിൽ പാപരാശിയിലൊക്കെ അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ 9ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം അത്ര നല്ല ഫലമൊന്നും രാഹു നൽകത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് ഡിസംബറിൽ രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് മാറും. മകരത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ മിഥുന രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവം. അത് ചിലപ്പോൾ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അലർജി, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം മകരത്തിലേക്ക് നോക്കുമെങ്കിലും വ്യാഴം മകരത്തിലേക്ക് നോക്കുന്ന എപ്പോഴാണ്? കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് മകരത്തിലേക്ക് നോക്കുന്നത്. അത് നീചരാശിയിലേക്കുള്ള ദൃഷ്ടിയാണ്. എന്ന് പറയാൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം 7ാം ഭാവത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അതിൻ്റെ നീചരാശിയിലേക്കാണ്. ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയൊന്നും വലിയ മെച്ചമൊന്നും ചെയ്യത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളാരെങ്കിലും ചിന്തിക്കുമല്ലോ, അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമല്ലോ. കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം 7ാം ഭാവമായ മകരത്തിലേക്ക് നോക്കുമ്പോൾ മകരത്തിലേക്ക് രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കുംഭത്തിലെ കാര്യം പറഞ്ഞതുപോലെ ഉണ്ടാകില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം നീചത്തിലേക്ക് നോക്കുമ്പോൾ ആ ദൃഷ്ടി വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല എന്നുള്ള കാര്യം. ഇനി മറ്റു ഗ്രഹങ്ങളുടെ കാര്യം നോക്കുമ്പോൾ 5ാം ഭാവാധിപനായ ശുക്രൻ മാർച്ച് 1 മുതൽ മാർച്ച് 25 വരെ മീനത്തിൽ ഉച്ചരാശിയിൽ വരും. അപ്പൊ മീനത്തിൽ ഉച്ചരാശിയിൽ വരുമ്പോഴും അത് 10ാം ഭാവ 10ാം ഭാവസ്ഥിതിയിലെ ശുക്രൻ ഉച്ചനായതുകൊണ്ട് തൊഴിൽപരമായ പല പുരോഗതിയും ഉയർച്ചയും ധനലാഭവും ഒക്കെ തന്നെ കിട്ടും. അതുപോലെ കലാപരമായ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഉണ്ടാകും. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ വസ്ത്രവ്യാപാരം, സ്ത്രീകളുടെ കൂട്ടായ്മകൾ നടത്തുന്ന സംരംഭങ്ങള്, കച്ചവടം, കരകൗശല വസ്തുക്കള്, പാലുൽപ്പന്നങ്ങള്, മധുരപലഹാരങ്ങള്, പാചകശാല, ഇങ്ങനെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങളിലല്ല. ഇപ്പൊ സ്വർണ്ണക്കട, തുണിക്കട എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രസന്റേഷൻ സെറ്റുകൾ, ഇതൊക്കെ, അതുപോലെ ബ്യൂട്ടി പാർലർ, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ സ്ത്രീകൾ ധാരാളമായി വരുമല്ലോ. ഇത് സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന ഏത് സംരംഭമായാലും അതിനെല്ലാം തന്നെ വിജയത്തിലെത്താനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ശുക്രൻ 10ാം ഭാവത്തിൽ ഉച്ചത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തികമായ ഉന്നതിയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കലാപരമായ കഴിവല്ലാതെ തന്നെ ഉയർന്ന സ്ഥാനമാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ചില സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകളോ ഇതൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏപ്രിൽ 19 സ്വക്ഷേത്രമായ ഇടവത്തിലും മെയ് 14 മിഥുനത്തിലും ശുക്രൻ വരും. ഇങ്ങനെ വരുമ്പോൾ ഇടവൻ രാശി സ്വക്ഷേത്രമാണ്, മിഥുനൻ രാശി ബന്ധുക്ഷേത്രമാണ്. അപ്പൊ ഈ കാലയളവിലൊക്കെ തന്നെ ഇപ്പൊ 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ദോഷമൊന്നും ചെയ്യാത്ത ഒരു ഗ്രഹമാണ് 12 ഇരുന്നാലും ശുക്രൻ. അപ്പൊ ശുക്രൻ 12ലും അതായത് ഇടവത്തിലും മിഥുനമായ ജന്മരാശിയിലും ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായ പല മെച്ചങ്ങളും ഉണ്ടാവും. ഇടവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഒരുപാട് മെച്ചവും ഒരുപാട് ഗുണവും ഉണ്ടാകുന്നത് പോലെ സുഖത്തിനു വേണ്ടി അല്പം ചിലവും കൂടും എന്നതും ഒരു കാര്യമാണ്. അതാണ് 12ാം ഭാവത്തിന്റെ ഒരു കുഴപ്പം. പിന്നെ ജൂൺ 8 കർക്കിടകത്തിലും ജൂലൈ 4 ചിങ്ങത്തിലും. അപ്പൊ മാർച്ച് 1 മുതൽ ജൂലൈ വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങി ഈ രാശിയിലൊക്കെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ വളരെയേറെ മെച്ചത്തെ, ദോഷമൊന്നും പറയാനില്ലാത്ത ഭാവങ്ങളാണ്. പലവിധ നേട്ടങ്ങളും ഉണ്ടാക്കിത്തരും. പല വിധത്തിലും ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരുമെന്ന് ചുരുക്കം. കാരണം അതിന്റെ ഗ്രഹമാണല്ലോ ശുക്രൻ.
ആഗസ്റ്റ് 1 മുതൽ നീചരാശിയായ കന്നിയിൽ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ 4-ാം ഭാവത്തിലാണ്. കന്നിരാശി എന്ന് പറയുന്നത് 4-ാം ഭാവം. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ വീട്ടിൽ ചില സൗന്ദര്യപ്പണമൊക്കെ വരും. മാതാവിന് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരാം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യമായതും അവർക്കും അത്ര മെച്ചമല്ല. വീട്ടിലെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലും അത്ര മെച്ചമൊന്നും പറയാനൊക്കത്തില്ല. പൊതുവെ നീചരാശിയിൽ ശുക്രൻ നിൽക്കാന്ന് പറഞ്ഞാൽ പല വിധത്തിലും മനസമാധാനവും സുഖമൊക്കെ കുറയും എന്നുള്ളതാണ്. സെപ്റ്റംബറിൽ 5-ാം ഭാവമായ തുലാം രാശിയിൽ വരും. അതായത് ശുക്രന്റെ സ്വക്ഷേത്രത്തിൽ മനസ്സിന് സന്തോഷവും 5-ാം ഭാവം. സന്താനങ്ങൾക്ക് പലവിധ ഗുണവും സംതൃപ്തിയും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ കന്നിയിൽ ശുക്രൻ വരുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. കാരണം ആഗസ്റ്റ് 1 നീചരാശിയായ കന്നിയിലേക്ക് ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരൊക്കെ കുറച്ച് ദിവസം കൊണ്ട് രാശി മാറി 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 പോകുന്ന ചില ഗ്രഹങ്ങൾ. അതുപോലെ ബുധൻ ഏപ്രിൽ മാസത്തിൽ മീനത്തിൽ നീചരാശിയിൽ വരും. തൊഴിൽപരമായ ചില വിഷമതകളൊക്കെ ഉണ്ടാകും. മീനരാശി എന്ന് പറയുന്നത് 10-ാം ഭാവമാണ്. അപ്പൊ കർമ്മസ്ഥാനമാണ്. സുഹൃത്തുക്കളെ, കൂടെ നിൽക്കുന്നവരെ മുതലായവരെയൊക്കെ ശ്രദ്ധിക്കണം. സംസാരമൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ബുധൻ കമ്മ്യൂണിക്കേഷന്റെ കൂടെ ഒരു ഗ്രഹം ആയതുകൊണ്ട് പറഞ്ഞതാണ്. സംസാര രീതികളൊക്കെ ശ്രദ്ധിക്കണം. അബദ്ധത്തിലായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ അത് പിന്നെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാം. ജൂൺ അവസാനം ജൂലൈ ആദ്യം ബുധൻ മിഥുനത്തിലും സെപ്റ്റംബർ 7 മുതൽ കന്നിയിലും വരുന്നത് നല്ലതാണ്. കാരണം മിഥുനത്തിലെ ബുധൻ സ്വക്ഷേത്രവാനാണ്, കന്നിയിലെ ബുധൻ ഉച്ചരാശിയിലെ ബുധനാണ്. ഇത് രണ്ടും വളരെ നല്ല കാര്യമാണ്. സെപ്റ്റംബർ 7 മുതൽ കന്നിയിലും വരുന്നത് വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ അംഗീകാരം നേടാനും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാനും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ മെച്ചമുണ്ടാകാനും തൊഴിൽപരമായ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ നല്ല സമയം. ഈ വർഷം പൊതുവെ പറയുമ്പോൾ തുടക്കത്തില് ജനുവരി 15 മുതൽ ജനുവരി ഒരു പകുതി മുതൽ ഫെബ്രുവരി 23 വരെ ചൊവ്വ ഉച്ചരാശിയിൽ വരും. മകരത്തിൽ ചൊവ്വ മകരത്തിൽ വരിക എന്ന് പറയുമ്പോൾ അഷ്ടമരാശിയാണ്. 6-ാം ഭാവാധിപനായ ചൊവ്വയ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തട്ടമുട്ട, ക്ഷതം, വീഴ്ച, അപകടം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഉച്ചരാശിയാണ്. ഇപ്പൊ നിങ്ങൾ ജാതകത്തിൽ പിന്നെ ചൊവ്വ വളരെ അനുകൂലമായിട്ടും ഉച്ചസ്വക്ഷേത്രങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ ചൊവ്വ മാരകസ്ഥാനത്തൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ചൊവ്വ വരുന്ന സമയം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ശത്രുതാപരമായ പെരുമാറ്റമൊക്കെ വരാം. 6-ാം ഭാവമല്ലേ. പിന്നെ ഇതിന്റെ ദോഷത്തെ കുറയ്ക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്, ഭദ്രകാളിയാണ്. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക ചൊവ്വാഴ്ച ദിവസം, അല്ലെങ്കിൽ അർച്ചനയൊക്കെ നടത്തുക, ചുവന്ന പൂക്കൾ കൊണ്ട് പൂജിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ചുവന്ന പട്ട് ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം. മാർച്ച് മാസം ചൊവ്വ അനുകൂലമാണ്. മെയ് 11 മുതൽ ജൂൺ 20 വരെ മേടത്തിൽ 11-ാം ഭാവത്തിലെ ചൊവ്വ വരും. അപ്പൊ മേടത്തിലെ ചൊവ്വ സ്വക്ഷേത്രവാനായ ചൊവ്വയ. അതുപോലെ 11-ലെ ചൊവ്വ ലാഭസ്ഥാനത്തെ ചൊവ്വയ. ആ ചൊവ്വ എന്ന് പറയുമ്പോൾ അതായത് മെയ് 11 മുതൽ ജൂൺ 20 വരെ ധനവും ഐശ്വര്യവും ധൈര്യവും ഒക്കെ നൽകുന്ന ഒരു ചൊവ്വയാണ്. വളരെയേറെ ഗുണം ഈ 2026 ചെയ്യും. സെപ്റ്റംബർ പകുതി കഴിഞ്ഞ് ഒക്ടോബർ പകുതി വരെ ചൊവ്വ നീചത്തിൽ കർക്കിടകത്തിലായിരിക്കും. ഈ കർക്കിടകത്തിലെ ചൊവ്വ വളരെ മോശമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ 2026 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കർക്കിടകത്തിലേക്ക് വ്യാഴം വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ വ്യാഴം കർക്കിടകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഉച്ചരാശിയിലെ. ആ ഉച്ചരാശിയിലെ വ്യാഴത്തോടൊപ്പമാണ് നീചരാശിയിൽ കർക്കിടകത്തിൽ ചൊവ്വ വരുന്നത്. അപ്പൊ നീചരാശിയുടെ അധിപൻ അഥവാ ഉച്ചരാശ്യാധിപൻ, ഇവിടെ ഉച്ചരാശ്യാധിപൻ ആരാണ്? വ്യാഴമാണ്. അപ്പൊ കർക്കിടകത്തിൽ ഉച്ചത്തിൽ വരുന്ന വ്യാഴത്തോടൊപ്പം ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ആ ചൊവ്വ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ മാനസിക പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാക്കിയാലും അതെല്ലാം തന്നെ മാറി നീചഭംഗ രാജയോഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. കാരണം ഇവിടെ ചിലര് സംശയം ചോദിച്ച ഒരു കാര്യമാണ്, നീചരാശിയുടെ അധിപനും അതിന്റെ ഉച്ചരാശിയാധിപനും തത് എന്ന വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്.
ശ്ലോകത്തിലെ. അപ്പൊ അതിന്റെ അല്ലെങ്കിൽ അത് എന്ന ഒരു കാര്യം ഏതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരാൾ എന്നോട് ചോദിച്ചത്. നീചരാശിയുടെ അധിപൻ ഏതാണ്? ചന്ദ്രനാണ് കർക്കിടകത്തില്. അല്ലെങ്കിൽ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ, അങ്ങനെയും പറയാമല്ലോ. നീചരാശിയുടെ അധിപന്റെ ഉച്ചരാശിയാധിപൻ. മറ്റൊന്ന് നീചരാശി ഉച്ചരാശിയായിട്ട് വരുന്ന ഗ്രഹം. നീചരാശി ഉച്ചരാശിയായിട്ട് വരുന്ന ഗ്രഹം വ്യാഴമാണ്. അപ്പൊ ഇവിടെ വ്യാഴം ചൊവ്വയോടൊപ്പം വരുന്നത് കൊണ്ടാണ് പറഞ്ഞത് നീചഭംഗ രാജയോഗം ലഭിക്കും. അത് ഒരു നല്ല കാര്യമാണ്. അപ്പൊ പൊതുവെ 2026 മിഥുനൻ രാശിക്കാർ കടക്കുമ്പോൾ അല്ലെങ്കിൽ മിഥുന ലഗ്നക്കാർ കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുറെ മാറ്റങ്ങളും നല്ല കുറെ കാര്യങ്ങളും ഒക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ചില മോശപ്പെട്ട സംഗതികളും ഉണ്ട്. അത് വ്യക്തമായിട്ട് ഏത് ഗ്രഹമാണെന്നും ഏത് സമയമാണെന്നും ഒക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ എടുത്തിയാട്ടമൊന്നും കാണിക്കാതെ ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 2026 വളരെ നല്ല ഒരു വർഷമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തിന് എന്നെ കൊണ്ട് ഒക്കുന്ന മറുപടിയും നിങ്ങൾക്ക് തരും. നന്ദി, നമസ്കാരം.